ചേട്ടാ പോപ്പിൻസ് ഇല്ലേ? ഒരു പോപ്പിൻസ്. രസമാണ് പോപ്പിൻസ്. പല നിറത്തിൽ പല രുചിയിൽ. ഈ പോപ്പിൻസും മിഠായി പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇതും പല നിറത്തിലും പല രുചിയിലുമായിരിക്കും. എളുപ്പമല്ലാട്ടാ. ഈ റിക്ഷ മുന്നോട്ട് പോകണമെങ്കിൽ 2 ബിരിയാണി എക്സ്ട്രാ കഴിക്കണം. അപ്പോൾ ഏതാണ്ട് 50 വർഷം മുമ്പ് കോഴിക്കോട് നഗരത്തിൽ മാത്രം ഏകദേശം 100-600 റിക്ഷകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോഴും ഒരു റിക്ഷക്കാരനെ കാണാം. നിങ്ങൾ പുള്ളിക്കാരനെ കാണാൻ ഞാൻ ഈ റിക്ഷ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. കോഴിക്കോട് നഗരം യാന്ത്രികമായ തിരക്കുകളിലേക്ക് അമർന്നുവെങ്കിലും സോമേട്ടൻ നഗരത്തിലൂടെ പതുക്കെ ഒഴുകുകയാണ്. ചെറിയ ശരീരമുള്ള ഈ മനുഷ്യൻ തൻ്റെ സൈക്കിൾ റിക്ഷ കൊണ്ട് അങ്ങനെ കാലത്തെ അതിജയിക്കുന്നു. ഇത് കോഴിക്കോടിൻ്റെ സ്വന്തം സോമൻ ചേട്ടൻ. 38 കൊല്ലമായി റിക്ഷയിലേറിയുള്ള സോമൻ ചേട്ടൻ്റെ പ്രയാണം തുടങ്ങിയിട്ട്. അച്ഛൻ്റെ റിക്ഷ റിപ്പയറിംഗ് കേന്ദ്രത്തിൽ നിന്നാണ് സോമന് റിക്ഷാക്കമ്പം പിടിപെട്ടത്. അന്ന് മുതൽ സോമൻ്റെ അന്നം ഈ മുച്ചക്ര സൈക്കിളാണ്. സൈക്കിൾ റിക്ഷകളെ ഓട്ടോറിക്ഷകൾ മറിച്ചിട്ടപ്പോൾ സ്കൂൾ കുട്ടികൾ മാത്രമായി സോമൻ്റെ ആശ്രയം. കുട്ടികളെ കുത്തി നിറച്ച് സ്കൂളിന് മുന്നിൽ തള്ളി മടങ്ങുന്ന ഓട്ടോ ഡ്രൈവർമാർ ഇദ്ദേഹത്തെ പരിചയപ്പെടണം. വീട്ടിൽ നിന്നും ബാഗുമായി ഇറങ്ങിയാൽ പിന്നെ കുട്ടികളുടെ രക്ഷിതാവ് സോമനാണ്. കയ്യിൽ പിടിച്ച് സ്കൂൾ ഗേറ്റിനകത്ത് വരെ എത്തിച്ച ശേഷമേ സോമൻ ചേട്ടൻ വിശ്രമിക്കൂ. പിന്നീട് വൈകിട്ട് വരെ സ്കൂൾ ഗേറ്റിന് പുറത്ത് കാത്തിരിക്കും. സ്കൂൾ വിട്ടാൽ ഓരോരുത്തരെയായി കൈ പിടിച്ച് വണ്ടിയിൽ കയറ്റും. എൻ്റെ മക്കളും നമ്മൾ കൊണ്ടുവന്ന മക്കളൊക്കെ ഒരേ മാതിരിയാണ്. അപ്പോൾ ഓരോ ജീവിതം നമ്മൾ തിന്നുന്നത് ഓരോ ഭക്ഷണം, അരി ഭക്ഷണം നമ്മൾ തിന്നുന്നത്, ഓരോ കൊണ്ടുവന്ന ഭക്ഷണം നമ്മൾ തിന്നുന്നത്. അത് നമ്മൾ ബഹുമാനത്തിൽ കാണിക്കണം അവർക്ക്. നമ്മൾ കക്കാൻ പോകണില്ല, പോകലടിക്കാൻ പോകില്ല, ആല പൊട്ടിച്ച് പറിക്കാൻ പോകില്ല. നമ്മൾ നയിച്ച് ജീവിക്കുക. അതിൻ്റെ അന്തസ് വേറെയാ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ സോമന് പണിയില്ല. ഇടയ്ക്ക് ഓരോ കല്യാണ ഓട്ടങ്ങൾ കിട്ടും. കല്യാണത്തിന് വന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ പറയും ഇത്ര പൈസ ആവുമെന്ന് അറിയും. അപ്പോൾ ആയിക്കോട്ടെ രക്ഷകാരങ്ങൾ വരുമെന്ന് അറിയും. അപ്പോൾ നമ്മൾ പരിപാടിക്ക് പോകും. വിജയപ്രദ കണ്ടാവേ വണ്ടി ചമയിച്ചു. വണ്ടി കയറും, പിയാനും കയറും. അവർക്ക് ആരാ അപ്പോൾ ബാൻഡ് സെറ്റൊക്കെ ഉണ്ടാവും. ചുമ്മാ അങ്ങ് സൈക്കിൾ റിക്ഷക്കാരനാകാമെന്ന് ആരും കരുതേണ്ട. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അധ്യാപക ജോലിയാണ്. അതിന് നല്ലോണം ഇതിന് നല്ല പണിയെടുക്കുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കണം. ഇതിന് മുകളിൽ മറ്റേ പരിപാടിയൊന്നും നടക്കൂല. കഞ്ചാവ് ബ്രാൻഡി ഒന്നും നടക്കൂല. ഇത് അധ്വാനിക്കണം. അധ്വാനിച്ച് എണ്ണ വെച്ച് കുളിക്കണം. അതേപോലെ പണി ഇതൊന്നും പറ്റില്ല. അതേപോലെ അപ്പോൾ നമ്മൾ രാവിലെ കുട്ടികളെ പണി കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന് കുട്ടികളെ പണി കഴിഞ്ഞാൽ മേലെ കുളിച്ച് പിടിച്ച് എണ്ണയൊക്കെ തെറ്റി കുളിച്ച് ഭക്ഷണം എല്ലാം രാത്രി നേരെ ഭക്ഷണമുള്ളൂ. ഉച്ചയ്ക്ക് ഭക്ഷണമില്ല, ക്ഷീണമൊന്നുമില്ല. ഉച്ചയ്ക്ക് ഭക്ഷണമില്ല. കാൽച്ചായ വിളിച്ചിട്ട് കണ്ടു കിട്ടുക. പിന്നെ ഉഷാറ് കൂടെ ചെയ്യുക. ഉച്ചയ്ക്ക് ചോറ് തിന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് വേറെ വിളിക്കേണ്ടി വരും. കുട്ടികളെ പണിക്ക് 60 രൂപ ഓട്ടോറിക്ഷയ്ക്ക് പോകും. എന്തിനും സോമൻ ചേട്ടൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് ധാരാളമായി എത്തുന്നതിൻ്റെ കാരണം സോമൻ ചേട്ടൻ പറയും. ഇപ്പോൾ കുമ്പളം പെടുത്ത മലയാളികൾക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്ത്യക്കാരാണ് പണിയെടുക്കുന്നത്. അതാണ് നമ്മളെ മലയാളികൾക്ക് പണിയില്ലാണ്ടായിരുന്നു. ഓരാണ് ഈ കെട്ടിടത്തിന് മുകളിൽ കേരളത്തിൽ കയറി പണിയെടുക്കുന്നത്. ഇന്ത്യക്കാർ നമ്മൾ കയറുക, നമ്മൾ തലറ്റി വീണോവില്ലേ. സൈക്കിൾ റിക്ഷയേക്കാൾ സോമന് പ്രിയം കുതിരവണ്ടിയോടായിരുന്നു. എന്നാൽ കാലചക്രത്തിൽ കുതിരയെ ഉപേക്ഷിക്കേണ്ടി വന്നു. അല്ല, ഞാനിപ്പോഴും കൊണ്ടുനടക്കും കുതിരനെ. ഈ വണ്ടിയുടെ സ്റ്റെപ്പിനോട് വെക്കും. എനിക്ക് അതിനോട് മൂഡ്, എനിക്ക് അങ്ങനത്തെ ഒരു മൂഡ്, ഇങ്ങനത്തെ ഒരു മൂടുണ്ട്. അതിനോട് മൂഡ് എനിക്ക് താല്പര്യം ഭയങ്കര രംഗമാണ് കുതിരനെ. ഇവിടെ കുതിര വണ്ടി ഇല്ലല്ലോ നമ്മുടെ കോഴിക്കോട്. കുതിര കാണണമെങ്കിൽ പഴനി പോകണം. 18 പടി ശബരിമല കയറി കഴിഞ്ഞാൽ അവിടെ കാണാം കുതിരവണ്ടി പഴനിയിൽ. ഞാൻ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ കൊടുത്തതാ ലാഡർ അടിക്കാൻ ആളിലേക്ക്.
ഇപ്പോഴും നിങ്ങളുടെ ആൾക്കാർ എന്താ കൊടുത്ത് അതിന് കടപ്പുറത്ത് കൊണ്ടുപോയി ഈ പെരുന്നാൾ ഈ വിഷു ഓണൊക്കെ വരുമ്പോൾ കടപ്പുറത്ത് കൊണ്ടുപോയി കല്യാണം പിടിച്ച് നടത്തിച്ചാൽ പോലെ അതൊരു 30 ഉറുപ്പ്യ വാങ്ങിക്കൂടായിരുന്നു. കുറച്ച് കുട്ടികളെ വീട്ടിൽ വെച്ചിട്ട് ഒരു 30 ഉറുപ്പ്യ വാങ്ങിക്കൂടെ. കഠിനാധ്വാനം കൊണ്ട് അന്നന്നത്തെ അന്നം നേടുന്ന സോമന് ഒരു ദുഃഖം മാത്രം ബാക്കി. കടലെടുത്തു പോയ കൂര ഒന്നുകൂടി കെട്ടിപ്പൊക്കണം. കിടപ്പാടം കൂടി ആയാൽ സൈക്കിൾ സോമൻ പിന്നെ ഹാപ്പി സോമനാകും. മലബാറിൽ കർക്കിടകത്തിൽ കുട്ടിത്തെയ്യങ്ങൾ ഇറങ്ങും. കർക്കിടകത്തിൻ്റെ ആദികളും വ്യാധികളും ഒക്കെ അകറ്റുന്നതിന് വേണ്ടിയാണ് കുട്ടിത്തെയ്യങ്ങൾ ഇറങ്ങുന്നത് എന്നാണ് ഐതിഹ്യം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് തെയ്യവേഷം കെട്ടി ഓരോരോ വീടുകളിലും എത്തുന്നത്. എന്താണെങ്കിലും കുട്ടിത്തെയ്യങ്ങൾ മലയാളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറുകയാണ്. കുട്ടിത്തെയ്യത്തിൻ്റെ കാഴ്ചകളാണ് ഇനി പോപ്പിൻസ്. കർക്കിടക മാസത്തിൽ വീടുകളിലെത്തുന്ന ആടിത്തെയ്യങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ആദികളും വ്യാധികളുമെല്ലാം അകലുമെന്നാണ് ഉത്തര മലബാറുകാരുടെ വിശ്വാസം. ഉത്തര മലബാറിന്റെ കർക്കിടക പുലരികൾക്ക് കാതോർത്താൽ ദൈവരൂപങ്ങളുടെ ചിലമ്പൊച്ച കേൾക്കാം. കവുങ്ങുതോട്ടങ്ങളും വയൽ വരമ്പുകളും താണ്ടി അനുഗ്രഹം ചൊരിയാനെത്തുന്ന വേടനും മറുതയും ഗിളിഞ്ചനും. കർക്കിടകത്തിന്റെ ദോഷങ്ങൾ അകറ്റി ആധികളും വ്യാധികളും പുരയുടെ പുറത്തു നിർത്താനാണ് ആടിത്തെയ്യങ്ങൾ അഥവാ കുട്ടിത്തെയ്യങ്ങൾ എത്തുന്നത്. പാശുപതാസ്ത്രം ലഭിക്കാൻ തപസ്സിരുന്ന അർജുനനെ പരീക്ഷിക്കാൻ വേടന്റെ വേഷത്തിൽ ശിവനും മറുതയുടെ രൂപത്തിൽ പാർവതിയും എത്തി യുദ്ധം ചെയ്യുന്നതാണ് ആടിത്തെയ്യങ്ങളുടെ ഐതിഹ്യം. കിരാതരൂപം കെട്ടി മലയ സമുദായക്കാരും മറുതയായി വണ്ണാന്മാരും അർജുനനായി ചേലചുറ്റി നിലക്കത്തായ സമുദായക്കാരും വീടുകളിലെത്തും. തെയ്യങ്ങളെത്തി ഭസ്മം കലക്കിയ വെള്ളം ഒഴിഞ്ഞു മറിച്ചാൽ ആ വീട്ടിലെ ദോഷം അകന്നുവെന്നാണ് വിശ്വാസം. അത് കിരാതനാണിത്. വേടരൂപം. അത് മലയ സമുദായത്തിൽ ഇല്ലേ, ഞങ്ങൾ കേട്ടാണ്, ഞങ്ങൾ മലയ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഈ കിരാതൻ എന്ന് പറഞ്ഞാൽ അർജുനൻ പാശുപതാസ്ത്രത്തിന് വേണ്ടിയിട്ട്, പാശുപതാസ്ത്രം എന്ന് പറയുന്ന ഒരു ആയുധത്തിന് വേണ്ടി തപസ് ചെയ്യുന്നതാണ് ശിവന. അപ്പോൾ ഘോരമായ തപസ്സിൽ ഈ അർജുനൻ്റെ ശക്തി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവനും പാർവതിയും വേടനും വേടത്തിയായിട്ടും വന്നിട്ട് പിന്നെ പരീക്ഷണാർത്ഥം യുദ്ധം ചെയ്തിനി എന്നാണ് പറയുന്നത്. യുദ്ധത്തിൽ പിന്നെ അവസാനം ആരും പിന്നെ തോൽക്കുന്നില്ല, ജയിക്കുന്നില്ല എന്ന അവസ്ഥയിൽ പാർവതി ചില മായാക്രിയകളെ കൊണ്ട് പിന്നെ അർജുനൻ്റെ ആയുധങ്ങളെല്ലാം നിഷ്ഫലമാവുന്നുണ്ട്. ആ സമയത്ത് അർജുനൻ പിന്നെ അയാളുടെ കയ്യിലെ വില്ലുകൊണ്ട് ശിവൻ്റെ മൂർധാവിലടിക്കുന്ന സമയത്ത് ശിവൻ പ്രത്യക്ഷ രൂപത്തിൽ വന്നിട്ട് വരം നൽകുന്നുണ്ട്, പാശുപതാസ്ത്രം കൊടുക്കുന്നുണ്ടാണ് ഈ പിന്നെ വേടരൂപത്തിൻ്റെ അല്ലെങ്കിൽ ഈ വേടൻ തെയ്യത്തിൻ്റെ ഐതിഹ്യം. വിഷ്ണുമൂർത്തി ഭഗവതി തെയ്യങ്ങൾ പോലെ വലിയ ചിട്ടവട്ടങ്ങളില്ല ആടിത്തെയ്യങ്ങൾക്ക്. ഒരു തെയ്യം കലാകാരന്റെ ആരംഭമാണ് ആടിത്തെയ്യം. ദൈവസന്നിവേശമില്ലാത്തതിനാൽ ശുദ്ധിയുള്ളിടത്തു നിന്ന് കിരാതനും മറുതയ്ക്കും ഗളിഞ്ചനും ഭക്ഷണം സ്വീകരിക്കാം. പുരാതന കാലഘട്ടങ്ങളിൽ കാർഷിക വിളകളാണ് തെയ്യരൂപങ്ങൾക്ക് നൽകിയിരുന്നതെങ്കിൽ ഇന്ന് തേങ്ങയും ദക്ഷിണയുമാണ് പതിവായി ലഭിക്കുന്നത്. പഴയ കാലങ്ങളിൽ ഓരോ വീട്ടിലോ അല്ലെങ്കിൽ ഇല്ലങ്ങളിലോ പിന്നെ പോയി കഴിഞ്ഞാൽ പൈസയല്ല, ഇപ്പോൾ പൈസയാണ്. ഇപ്പോൾ പണ്ടെല്ലാം വിളവെടുപ്പിൻ്റെ സമയമാണ്. ഓരോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നെല്ല് തേങ്ങ അങ്ങനെയില്ലേ, അത് ഉപ്പ് ചക്ക ഞങ്ങൾ പറയലുണ്ട്. ഉപ്പ് ചക്ക ഉടങ്കുരു മങ്കുരു മാങ്കാച്ചി അത്ത് എണ്ണ പുളി മുള് വെള്ളരിക്ക എന്ന് പറയുന്ന എല്ലാ സാമഗ്രികളും നമ്മുടെ വീട്ടിൽ അതെല്ലാം ഒഴിഞ്ഞ് വെക്കണം. ഒരു തടുപ്പേരതെല്ലാം വെച്ചിട്ട് ഉഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് പുറത്ത് വെക്കണം. അതിന് നമ്മൾ എടുക്കണം എന്ന് പറയുന്നു. പഴയ കാലം അങ്ങനെയാണ്. തെയ്യം അഭ്യസിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആടിത്തെയ്യം കെട്ടുന്നതിനാൽ ഈ രൂപത്തിന് ചിട്ടപ്പെടുത്തിയ കലാശങ്ങളില്ല. അർജുനന് വരം കൊടുക്കുന്നത് വരെയുള്ള തോറ്റങ്ങൾ വാമൊഴിയാലാണ്. വിശ്വാസത്തിനുമപ്പുറം
തെയ്യം എന്ന കലാരൂപത്തെ ഗൗരവത്തോടെ പഠിക്കുന്ന തലമുറയാണ് ഇന്ന് മലബാറിലുള്ളത്. സ്വത്വം നഷ്ടപ്പെട്ട് കേവലം ഒരു വേഷമായി തെയ്യം മാറുമ്പോൾ ആടുന്നവന്റെ ചുവടുകൾ തെറ്റും. സംക്രമ ദിവസം കാഞ്ഞിരത്തിൻ ചുവട്ടിൽ ചെയ്ത നന്മകൾക്ക് സ്തുതി പറഞ്ഞ് അടുത്ത ആടിയിലും മുടങ്ങാതെ എത്തണേ എന്ന് ഓർമ്മിപ്പിച്ച് ദൈവത്തെ പറഞ്ഞയക്കും. ആദികളില്ലാത്ത ഒരു കർക്കിടകം കൂടി മുന്നിൽ കണ്ടു. അവസാനം സംക്രമത്തിൻ്റെ അന്ന് ഞങ്ങളെ വീട്ടിൽ പിന്നെ അവസാനമായിട്ട് ഇങ്ങനെ പാടി തീർക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ തീർക്കുന്ന അന്ന് ഈ ദൈവത്തിനെ നമ്മളൊരു കാഞ്ഞിരത്തിൻ്റെ മരത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി അവിടെ ചില ക്രമങ്ങൾ നടത്തുന്നുണ്ട്. ക്രമങ്ങൾ നടത്തുന്ന പറഞ്ഞാൽ വരും കാലങ്ങളിൽ വീണ്ടും ഞങ്ങളെ ഗ്രഹത്തിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ആ തെയ്യത്തിനെ പറഞ്ഞേക്കും. ഈവൻ കൊടുങ്ങല്ലൂർ ദേവിദാസൻ ആള് അല്പം പെശകാണ്, ഇണങ്ങി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഗ്യാപ്പിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇനി പാലക്കാടുള്ള മംഗലാംകുന്നിലെ ആനപ്പെരുമ കൊണ്ട് പ്രസിദ്ധമായ 2 സഹോദരങ്ങളുണ്ട്. ഈ 2 പേരുടെ ആനപ്രേമം ആ നാടിനെ ആകെ ഒരു ആനക്കമ്പമുള്ള നാടാക്കി മാറ്റിയിരിക്കുകയാണ്. പോപ്പിൻസിൽ ഇനി മംഗലാംകുന്നിലെ ആനക്കാഴ്ചകൾ കാണാം. ഇവൻ രാമേന്ദ്രൻ ഈ ആനത്തറവാട്ടിലെ പ്രമാണിമാരിൽ ഒരാളാണ്. കണ്ടാ നമ്മുടെ നാടനാനയാണെന്ന് തോന്നുമെങ്കിലും ആള് ആസാമുകാരനാ. ആനശാസ്ത്രത്തിൽ പറയുന്ന ഒട്ടുമുക്കാൽ ലക്ഷണങ്ങളും ഒത്തുചേർന്ന് ഒരുത്തുന്നത്. ഇവനൊരു ഇരട്ടപ്പേരുണ്ട്, വീരപ്പൻ. ആ അത് മൂപ്പർക്ക് കാടിനോട് വലിയ കമ്പ. അതിപ്പോ ചെറിയ പൊന്തക്കാടായാലും മതി, അപ്പൊ അതിലേക്ക് അങ്ങോട്ട് ഓടും. മംഗലാംകുന്ന് ഗണപതി വീരപ്പനാകുന്നത് തിരശ്ശീലയിൽ മാത്രമാണ്. മംഗലാംകുന്നുകാർക്ക് ഇവൻ അനുസരണയുള്ള ഗജവീരനാണ്. മംഗലാംകുന്ന് ഗണപതി, മംഗലാംകുന്ന് അയ്യപ്പൻ, കർണൻ, ചലച്ചിത്രങ്ങളിലും പരസ്യങ്ങളിലും ഇവിടുത്തെ ആനകൾ താരങ്ങളായി എത്തിയത് നിരവധി തവണ. മോഹൻലാലും മമ്മൂട്ടിയും സ്റ്റൈൽമന്നും രജനീകാന്തും എല്ലാം തിടമ്പേറ്റിയത് 2 സഹോദരന്മാരും, പരമേശ്വരനും ഹരിദാസനും. പരമേശ്വരനാണ് ആനക്കമ്പം ആദ്യം തുടങ്ങിയത്. 1979 ബീഹാറിലെ പ്രശസ്തമായ ഷോൺപൂർ ആനച്ചന്തയിൽ നിന്ന് ഒരാനയെയും കൊണ്ട് പരമേശ്വരൻ എത്തിയപ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒന്ന് അതിശയിച്ചു. പിന്നീടുള്ള ആനക്കമ്പത്തിന് സഹോദരൻ ഹരിദാസനും ഒപ്പം കൂടി. ആദ്യം ഞാൻ ഇവിടുന്ന് ഈ കഗടാമേള എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാൻ്റെ ഇതിന് ബീഹാറിൽ അവിടെയാണ് പോയത്. അപ്പോൾ നോക്കുമ്പോൾ അവിടുന്ന് ആനയെ കിട്ടാതെ പിന്നെ യു പിക്ക് വന്നു. യു പിയിലെ ബാരാബങ്കി എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഒരു ആനയെ വാങ്ങിയത്. ആദ്യം 1976 ഞാനൊരു ആനയെ വാങ്ങുമ്പോൾ യു പിയിൽ അതിൻ്റെ വില 22,000 രൂപയാണ്. ആ ലോറി 2 ആന ലോറിയിൽ വന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് എല്ലാ ചിലവും, ഞാൻ പോയതിൻ്റെ ചിലവും ഒക്കെ കഴിഞ്ഞിട്ട് 28,000 ഉറുപ്പിയാണ് ഒരു ആനയുടെ വില വന്നത്. ഇന്നിപ്പോൾ പറയാച്ചാൽ കോടികളാണ് പറയണത്. ആനകളോടുള്ള സഹോദരങ്ങളുടെ ഇഷ്ടം ഏറി വന്നപ്പോൾ മംഗലാംകുന്നിലെ ആനക്കണക്ക് 13-ലെത്തി നിൽക്കുന്നു. മംഗലാംകുന്നിലെ ഒരാനയെങ്കിലും ഇല്ലാതെ കേരളത്തിൽ ഒരു പൂരവും അവസാനിക്കുന്നില്ല. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും അല്ലാതെ തടി വലിപ്പിക്കുന്നത് പോലുള്ള ക്രൂരതകൾക്ക് ഇവിടുത്തെ ഗജവീരന്മാരെ കിട്ടില്ല. ആനകളിൽ ഒന്നിന് ദീനം വന്നാൽ മംഗലാംകുന്ന് ശോകമൂകമാകും. വേറെ വല്ല ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ പോകുന്നല്ലാതെ മരപ്പണി ഒട്ടുമില്ല, 100% എടുക്കില്ല. ചിലപ്പോൾ തോന്നാറുണ്ട്, നമുക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ തോന്നുന്നുണ്ട് ഇതൊന്നും വേണ്ടാന്ന് തോന്നുന്നുണ്ട്. ഒരു സുഖമില്ലാതെ വന്നു. ഇപ്പോൾ പുറമെയുള്ളവർ പലരും ഈ കേരളത്തിലല്ല, ഇന്ത്യ രാജ്യത്ത് എവിടെയും ഒരു ആനയുടെ ഉടമസ്ഥൻ ഒരു ആനയ്ക്ക് സുഖമില്ലാതെ വന്നാൽ ചികിത്സിക്കാതിരിക്കില്ല. അല്ലെങ്കിൽ അതിനെ നോക്കിയില്ല, അത് മരിച്ചു എന്ന് പറയുമ്പോൾ ചിലവരങ്ങനെ ഈസി മട്ടൊക്കെ ഉണ്ട്, അതിന് നോക്കാത്തതുകൊണ്ടാണ് അത് മരിച്ചത്, അത് ചെയ്തില്ല, അത് ചെയ്തില്ല. ചിലപ്പോൾ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറ്റിയിട്ടുണ്ടാവാം കേട്ടോ. ഉത്സവ സീസൺ കഴിഞ്ഞാൽ ഇവിടുത്തെ ആനകൾക്ക് സുഖചികിത്സയുടെ കാലമാണ്.
കർക്കിടകത്തിൽ ആരംഭിക്കുന്ന ചികിത്സാ സമയത്ത് അവിൽ, ഈന്തപ്പഴം, ച്യവനപ്രാശം, അജമാംസ രസായനം എന്ന് വേണ്ട മൃഷ്ടാന്ന ഭോജനം. ശരിക്കും ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ ആനകൾക്ക് എന്തും ചെയ്യാവാണ് വെച്ചാൽ, പക്ഷേ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ചികിത്സ ചെയ്യുമ്പോൾ തന്നെ ദേഹമൊക്കെ തണുത്ത സമയമല്ലേ. അപ്പോൾ കർക്കിടക മാസമാണ് അതിന് കാര്യമായിട്ട് എടുക്കുന്നൊരു സമയം, ഒഴിവ് സമയമാണ്. പിന്നെ മഴ പെയ്ത് ഭൂമിയൊക്കെ തണുത്ത് അവരും ആനകളും തണുത്ത്, ആന പൊതുവെ ഒരു ഉഷ്ണജീവിയാണ്. അപ്പോൾ അതിന് എന്താ വെച്ചാൽ ആനകൾക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, എല്ലാ മനുഷ്യനെയൊക്കെ നോക്കിയിട്ട് ഇതിനൊക്കെ രോമത്തിലൊക്കെ വേർപ്പ് കൂടി, ആനയ്ക്ക് വേർപ്പ് കൂടി. ആനയ്ക്ക് 4-5 ഭാഗത്തെ വേർപ്പുള്ളൂ. വായക്കൂടെ, കണ്ണുകൂടെ, മലദ്വാരത്തു കൂടെ, നഖത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ വേർപ്പ് കിട്ടും. അല്ലാതെ ദേഹത്തു കൂടെ വേർപ്പില്ല. അങ്ങനെ ഒരു ജീവിയാണ് ഞാൻ. പിന്നെ ഉഷ്ണജീവിയാണ്. ചികിത്സ കഴിഞ്ഞ് ഒന്നുകൂടി സുന്ദരന്മാരാകുന്നതോടെ കൊമ്പന്മാർക്ക് ഗമയേറും. ഞങ്ങളില്ലാതെ ഒരു പൂരം നടത്തി കാണിക്കൂ എന്ന് കാണാൻ വരുന്നവരോട് പറയാതെ പറയും ഈ ഗജകേസരികൾ. ആനയെ സ്വന്തമാക്കാൻ കൊതിക്കുന്നവരോട് ഹരിദാസന് ഒരു ഉപദേശമുണ്ട്: കാശിനു വേണ്ടി ആകരുത് ആനപ്രേമം. ഇതുകൊണ്ട് സമ്പാദിക്കാന്നുള്ള വിചാരം ആർക്കും വേണ്ട. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇത്ര മുടക്കി അതിൻ്റെ എത്ര ശതമാനം കിട്ടും, അത്ര അങ്ങനെ യാതൊരു കാൽക്കുലേഷനും ഈ ആനകളെ പറ്റില്ല. ഇനിയും ആനകളെ വാങ്ങി വളർത്തണമെന്നാണ് ഈ സഹോദരങ്ങളുടെ ആഗ്രഹം. നാട്ടുകാരും വീട്ടുകാരും പിന്തുണയുമായി ഉണ്ടെങ്കിലും നിയമ തടസ്സങ്ങളാണ് കൂച്ചുവിലങ്ങാകുന്നത്. മംഗലാംകുന്ന് അയ്യപ്പൻ, മംഗലാംകുന്ന് കർണൻ, മംഗലാംകുന്ന് ഗണപതി, ഇത് മംഗലാംകുന്നിലെ വോട്ടർ പട്ടികയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇവർ മംഗലാംകുന്നിലെ അഭിമാന താരങ്ങളാണ്, ഇവിടുത്തെ ഗജകേസരികൾ. ഹൊററാകുമ്പോൾ ഒരു ഗുമ്മൊക്കെ കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഫോർട്ട് കൊച്ചിയിലെ ഡച്ച് സെമിത്തേരിയിൽ നിൽക്കുന്നത്. അപ്പോൾ എന്താണേലും സെലീന ചേച്ചിയാണ് ഈ ഹൊറർ കഥയിലെ നായിക. സെലീന ചേച്ചി കഴിഞ്ഞ 9 വർഷമായി കാക്കനാട് പൊതുശ്മശാനത്തിൽ മൃതദേഹങ്ങൾ ദഹിപ്പിച്ചും അവയ്ക്ക് ചെതയൊരുക്കിയുമാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. സെലീന ചേച്ചിയുടെ ജീവിതം നമുക്ക് കാണാം. ചിതയിൽ കത്തിയമരുന്ന മൃതദേഹങ്ങളുടെ ഗന്ധമാണ് സെലീനയുടെ സ്വപ്നങ്ങൾക്ക്. കനൽ ചൂടിൽ മജ്ജയും മാംസവും പൊട്ടുന്ന ശബ്ദം സെലീനയുടെ ജീവിതത്തിൻ്റെ താളവും. പൗരുഷം ധീരതയും സ്ത്രൈണത ശാലീന സൗമ്യതയുമാണെന്ന പൊതുധാരണ പൊളിച്ചെഴുതപ്പെടുന്നു ഇവിടെ. സാമ്പത്തിക ഭാരങ്ങൾ ജീവിതത്തിൽ മാറാപ്പ് കിട്ടി തുടങ്ങിയപ്പോഴാണ് സെലീന മൃതദേഹങ്ങളെ തിരഞ്ഞെടുത്തത്. എല്ലാം ചാമ്പലാക്കുന്ന ചിത ഈ മധ്യവയസ്കയുടെ വഴിയിൽ വിളക്കായി മാറി. കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടെ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ സെലീന ഒരുക്കിയ ചിതയിൽ എരിഞ്ഞു തീർന്നു. തീ കൊളുത്തിയാൽ ഭാരമൊഴിഞ്ഞെന്ന മട്ടിൽ മടങ്ങുന്നവരും വേർപാട് സഹിക്കാനാകാതെ വിതുമ്പുന്നവരും സെലീനയ്ക്ക് സ്ഥിരം കാഴ്ചകളായി. ഈ കൊണ്ടുവരുന്നവർക്ക് കൂടെ നിൽക്കുമല്ലോ കൂടെ? എല്ലാവരും പോയില്ല, പിന്നെ അസ്ഥി മേടിക്കാൻ നാളെ വരുള്ളൂ. അവരൊക്കെ ധൃതി കണ്ടില്ലേ, പോയതിന്റെ. 1500 രൂപയാണ് ഒരു മൃതദേഹം ദഹിപ്പിക്കുന്നതിനുള്ള തുക. അതിൽ 400 രൂപ നഗരസഭയ്ക്ക് നൽകണം. വിറകും ചിരട്ടയും ചകിരിയും വാങ്ങിക്കഴിഞ്ഞാൽ മിച്ചമെടുക്കാൻ അധികമൊന്നും ഉണ്ടാകില്ല സെലീനയുടെ മടിക്കുത്തിൽ. മൃതദേഹങ്ങളെല്ലാം ദഹിപ്പിച്ച് അസ്ഥികൾ ശേഖരിച്ചു വെച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പലപ്പോഴും അർദ്ധരാത്രി പിന്നിട്ടിട്ടുണ്ടാകും. അപ്പൊ രാത്രി 9 മണിക്കൊക്കെ വരുന്ന മോടിയാണെങ്കിൽ, അല്ലെങ്കിൽ 8 മണി 9 മണിയൊക്കെ വരികയാണെങ്കിൽ രാത്രി 2 മണിയാവും കഴിയുമ്പോ. 2 മണിയൊക്കെ നിന്നിട്ടുണ്ട്. 2 മണിയാകുമ്പോ പോകാൻ പറ്റും. ഇന്ന് 7 മണിക്ക് വരുന്നതാണെങ്കിൽ ഒരു 11 മണി 10-11 മണിയാകുമ്പോ കഴിയും. അത് ആയിട്ടുള്ള ബോഡിയാണെങ്കിൽ, മെഡിസിനൊക്കെ ചെന്ന ബോഡിയാണെങ്കിൽ എപ്പോഴും കഴിയും. ശവം കത്തിച്ച് നടക്കുന്നവൾ എന്ന് പുരികം ചുളിക്കുന്നവരോട് സെലീനയ്ക്ക് പുച്ഛമാണ്. പ്രേതമെന്നൊന്നുണ്ടെങ്കിൽ അത് മനുഷ്യർ തന്നെയാണെന്നാണ് സെലീനയുടെ അനുഭവ സാക്ഷ്യം. പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ തന്നെ, 2 കാലം നടക്കുന്ന മനുഷ്യർ തന്നെ പ്രേതങ്ങൾ. മരിച്ചവരൊന്നും നമ്മളൊന്നും ചെയ്യില്ല. പേടിയില്ല. ജീവിതം ഇതേവരെ സ്വപ്നം കാണാറുണ്ട്.
ഉറങ്ങുമ്പോൾ വല്ലതൊക്കെ ഇത് കാണുമോ എന്നൊക്കെ ചോദിക്കും. നമുക്കൊരു പ്രശ്നമില്ല. ഇവിടെയുള്ളവർക്കറിയാം ചേച്ചി അങ്ങനെ ചെയ്ത് അതിലും വലുത് ചെയ്യണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് അതൊരു പ്രശ്നമില്ല, ചോദിക്കുകയില്ല. അഗ്നി വിഴുങ്ങുന്ന മൃതദേഹങ്ങളോട് സെലീന പലപ്പോഴും സംവദിക്കും. ജീവിതത്തോട് മടുപ്പ് തോന്നി സ്വയം അവസാനിപ്പിച്ചവരുടെ നിശ്ചല ദേഹങ്ങളോട് ജീവന്റെ വിലയെക്കുറിച്ച് വാചാലയാകും. ചകിരിയും ചിരട്ടയും വിറകും അടുക്കി വെച്ച് പുതിയൊരു ചിതയൊരുക്കി മരണമെന്ന സത്യത്തെ നിസ്സംഗതയോടെ അഭിമുഖീകരിച്ച് സെലീന തന്റെ കർമ്മം തുടരുകയാണ്. അപ്പോൾ പോപ്പിൻസിൻ്റെ ഈ ആഴ്ചത്തെ നിറക്കൂട്ടുകൾ തൽക്കാലം ചുരുട്ടിക്കെട്ടുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വേഷത്തിൽ പുതിയ ഭാവത്തിൽ കാണാം. അപ്പോൾ പോപ്പിൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഒപ്പം പോപ്പിൻസിൽ ഉൾപ്പെടുത്തേണ്ട വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം ഇതാണ്: പ്രൊഡ്യൂസർ പോപ്പിൻസ്, റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സ്, HMT കോളനി PO, കളമശ്ശേരി, കൊച്ചി. വിളിക്കേണ്ട ഫോൺ നമ്പർ 8547007052. വീണ്ടും പാക്കും വരേക്കും സുലാൻ.